ദൈവത്തിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ദൈവത്തിനെതിരെ വിപ്ലവം നടത്തിയ വിപ്ലവകാരി എന്ന മുദ്രകുത്തി ലൂസിഫർ മാലാഖയെ സ്വർഗത്തിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ച് പുറത്താക്കിയതിന് പിന്നാലെ അദ്ദേഹം നരകത്തിലേക്ക് ചേക്കേറി നരകത്തിന്റെ രാജാവായി അധിപതിയായി വാഴാൻ തുടങ്ങി. പിന്നീട് ദൈവവും മാലാഖമാരും ചെകുത്താനും ഒരിക്കലും ഒരുമിച്ച് നിന്നിട്ടില്ല. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ അത്തരമൊരു അസുലഭ മുഹൂർത്തത്തിന് അരങ്ങൊരുങ്ങുകയാണ് എന്ന് പറയേണ്ടി വരും. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരുമിക്കുകയാണ് ചെകുത്താനും മാലാഖയും ദൈവവും. ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറേ. നോഹ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്നു, ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിൽ നോഹയുണ്ട് എന്നുള്ള വാർത്ത പരന്നപ്പോൾ മുതൽ അന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച ക്യാപ്ഷനാണ്. പക്ഷേ അത് പിന്നീട് പ്രയോഗിക്കാൻ പറ്റാതെ വരുമോ എന്ന് ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ദൈവവും മാലാഖയും ചെകുത്താനും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരുമിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രതീക്ഷകളുടെ അവസാനത്തെ കിരണമെന്ന് എല്ലായ്പ്പോഴും വിളിക്കപ്പെടുന്ന, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്തുകൊണ്ട് മൈതാനത്തിന്റെ മധ്യനിരയിൽ ഇന്ദ്രജാലം കാണിക്കുന്ന ജാലവിദ്യക്കാരനായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ഉറുഗ്വൻ മേഞ്ചൽ അഡ്രിയാൻ നിക്കോളാസ് ലൂണ ലിച്ചിമാർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷകൾക്ക് കാവൽ നിൽക്കുന്ന കാവൽ മാലാഖ എന്നും നമ്മളുടെ അഡ്രിയാൻ ലൂണ തന്നെയാണ്. ഗോവയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന മൊറോക്കൻ ചെകുത്താനായിട്ടുള്ള നോഹ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആഘോഷിച്ചു. മാലാഖയും ചെകുത്താനും ഒരുമിച്ച് നിൽക്കുന്ന മാലാഖയുടെയും ചെകുത്താന്റെയും കൂടെ ഇനി സർവശക്തനായ ദൈവം കൂടി ചേരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയുടെ കാഠിന്യം വല്ലാതെ വർദ്ധിക്കും എന്നുറപ്പാണ്. ജീസസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആളൊരു ക്ലിനിക്കൽ സ്ട്രൈക്കറാണ്. ഇടതുനിന്നും വലതുനിന്നും പന്ത് സപ്ലൈ ചെയ്യാൻ ലൂണയും നോഹയും ഉള്ള കാലത്തോളം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പന്തുകൾ നിതാന്തമായി ഒഴുകും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഒഴുകി കിട്ടുന്ന പാസുകളെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള ദൗത്യം ദൈവം നന്നായി നിർവഹിക്കും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. പക്ഷേ ഒരു പ്രശ്നം അവിടെ എപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ലൂണയിലേക്കും നോഹയിലേക്കും പന്തെത്തിയാലല്ലേ ലൂണയ്ക്കും നോഹയ്ക്കും ദൈവത്തിലേക്ക് പന്തെത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ജീസസിലേക്ക് പന്തെത്തണമെങ്കിൽ നോഹയിലേക്കും ലൂണയിലേക്കും പന്തെത്തണം. അതിനു വേണ്ടിയിട്ട് കളിയുടെ ടെമ്പോ നിയന്ത്രിക്കുന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ സേവനം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. ഷിലോൻ ലജോങ്ങിന്റെ ക്യാപ്റ്റനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ എനിക്കിപ്പോഴും ഉണ്ട്. വന്നാൽ കൊള്ളാമായിരുന്നു. ഷിലോൻ ലജോങ്ങിന്റെ ക്യാപ്റ്റൻ കൊള്ളാം. ജീക്സന് പകരക്കാരനാവും എന്നൊന്നും പറയുന്നില്ല. ജീക്സന്റെ വിടവ് ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാൻ പുള്ളിയെ കൊണ്ട് പറ്റും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്യൂറന്റ് കപ്പിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഷിലോൻ ലജോങ്ങിന് വേണ്ടി വളരെ മികച്ച പ്രകടനം മധ്യനിരയിൽ 27 വയസ്സുള്ള താരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു പ്രതീക്ഷ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അലക്സാണ്ടറെ കൊയേഫ് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം, ഇന്ത്യൻ ഡിഫൻസീവ് ലൈനെ യൂസ് ചെയ്യണം. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പം അത്യാവശ്യം ആശ്വാസത്തിന് വക നൽകുന്ന കാരണങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ ആർക്കൊക്കെ എതിരെ സംസാരിച്ചിട്ടുണ്ടോ അവർക്കെതിരെയുള്ള എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ അപ്പോഴും വ്യക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വീഡിയോ ചെയ്യാം.